ഗായികയ്ക്ക് 74 ചാട്ടവാറടി. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് 101% തെറ്റുപറ്റിയ വിഷയമാണിത്. ഒരു സംശയവുമില്ല. ഇറാനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഇറാനിൽ നിന്ന് പോലും ആൾക്കാരുടെ ലൈവ് നമ്മൾ ഇതിൽ എടുത്തിരുന്നു. ലോകം മുഴുവൻ ഇറാനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, മാർപ്പാപ്പയടക്കം. ഡൊണാൾഡ് ട്രംപിന്റെ ധാർഷ്ട്യത്തിന് മുമ്പിൽ തളരാതെ പോരാടി ഇറാന്റെ പോരാട്ട വീര്യം വരുംകാല വിപ്ലവ ചരിത്രമായി തന്നെ എഴുതപ്പെടുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ കൊലപാതക വെറിക്ക് മുമ്പിൽ പ്രതിരോധത്തിൽ നിന്ന ഇസ്രാൻ ആ അർത്ഥത്തിൽ ഹീറോ ആണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇറാൻ പൂർണ്ണമായും തെറ്റാണ്. ഈ ഗായികയ്ക്ക് 74 ചാട്ടവാറടിയാണ് കൊടുക്കാൻ അവിടുത്തെ ഒരു നിയമ സംവിധാനം ഉത്തരവിട്ടത്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ ഈ വാർത്ത വെരിഫൈ ചെയ്യാൻ ഇനി ഇറാന്റെ ഭാഗത്തു നിന്നൊരു കൗണ്ടർ ന്യൂസ് ഉണ്ടോ, വെസ്റ്റേൺ മീഡിയ ഇവരെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ തുടങ്ങിയ പല കാര്യങ്ങളിലും അന്വേഷിക്കുകയുണ്ടായി. അങ്ങനെയല്ല, BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വാർത്ത ശരിയാണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കും. നമുക്ക് ആ വാർത്ത വായിക്കാം. നമുക്കിവിടെ മനോരമയിൽ വന്ന വാർത്തയും BBC-യിൽ വന്ന വാർത്തയും നോക്കാം. ഹിജാബ് ധരിക്കാതെ ഓൺലൈനിൽ പാട്ടുപാടി ഇറാനിയൻ ഗായികയ്ക്ക് 74 ചാട്ടവാറടി ശിക്ഷ. ഇറാനിലെ വിപ്ലവ സൂചകമായ രാജ്യസ്നേഹപരമായ പാട്രിയോട്ടിക് ആയ ഒരു സോങ് ആണ് ഈ ഗായിക പാടിയത്. ടെഹ്റാൻ ഓൺലൈൻ സംഗീത പരിപാടിയിൽ ഹിജാബ് ധരിച്ചില്ലെന്ന കുറ്റത്തിന് അറസ്റ്റിലായ ഇറാനിയൻ ഗായിക പരസ്തു അഹമ്മദിക്ക് 74 ചാട്ടവാറടി ശിക്ഷ. 2024 യൂട്യൂബ് ചാനലിലൂടെ തത്സമയ സംപ്രേഷണം നടത്തിയ ഓൺലൈൻ സംഗീത പരിപാടിയിൽ തലമറച്ച് ഹിജാബ് ധരിച്ചില്ലെന്ന് ആരോപിച്ചാണ് പരസ്തുവിനെ അറസ്റ്റ് ചെയ്തത്. പരസ്തുവിന്റെ സംഘത്തിലെ മറ്റ് 8 അംഗങ്ങൾക്കും ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു പാട്ട് ഉണ്ട്. ആ പാട്ടിന് വിപ്ലവ വീര്യവും അവിടുത്തെ എല്ലാ ഭരണകൂടത്തെയും എതിർക്കുന്ന പാട്ടാണ്. മുമ്പ് ഷായെയും ഇസ്ലാമിക ഭരണകൂടത്തെയും ഒക്കെ എതിർക്കുന്ന ഒരു റെവല്യൂഷണറി സോങ് ആണ്. ആ സോങ് ആണ് ഇവർ പാടിയത്. ഞാൻ വിചാരിച്ചു ആ സോങ്ങിന് വേണ്ടിയാണ്. പക്ഷേ വരുന്ന വാർത്തകൾ അങ്ങനെയല്ല. ഖോമിലെ ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ചാട്ടവാറടിക്ക് പുറമെ 2 വർഷത്തേക്ക് ഇറാനിൽ നിന്ന് പുറത്തു പോകുന്നതിനും സാംസ്കാരിക പരിപാടികൾ പങ്കെടുക്കുന്നതിനും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അശ്ലീലവും അസന്മാർഗികവുമായ ഉള്ളടക്കം കോണ്ടന്റ് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വിപ്ലവമോ രാജ്യദ്രോഹമോ ഒന്നുമല്ല. പരസ്തുവിന്റെ അറസ്റ്റ് ഇറാനിലും രാജ്യാന്തര തലത്തിലും വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു. ഭരണകൂടത്തെ വിമർശിക്കുന്ന കലാകാരന്മാരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് മനുഷ്യാവകാശ സംഘടന ആരോപിച്ചു. അത് നേരത്തെ പറഞ്ഞ ആ പാട്ടിന്റെ കോണ്ടെക്സ്റ്റ് ആണ്. അതുകൊണ്ട് അതിന്റെ വസ്തുത നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, BBC ഇത്തരം കാര്യങ്ങളിൽ ഇറാൻ അനുകൂലമായ സമീപനം എടുത്തിരുന്ന ബ്രിട്ടീഷ് മാധ്യമമാണെന്ന് കൂടെ ഓർക്കണം. ഇറാൻ അനുകൂലമായ സമീപനമാണ് CNN എടുത്തത്, BBC എടുത്തത്. സെന്ററിൽ നിൽക്കുന്ന, സെന്റർ ടു ലെഫ്റ്റ് നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇറാനെ അനുകൂലിക്കുന്ന സമീപനമാണ്. അമേരിക്കയിലെ മാഗ വലതുപക്ഷം പോലും ഇന്ത്യയിലെ വലതുപക്ഷത്തോട് ചാഞ്ഞ ശ്രീ അർണബ് ഗോസ്വാമി അടക്കം ഇറാനെ ഇതുവരെ അനുകൂലിക്കുന്ന സമീപനമാണ്. കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ ധാർഷ്ട്യം തെറ്റാണ്. ആ ധാർഷ്ട്യം നാളെ എല്ലാ രാജ്യത്തിനും പ്രശ്നമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണത് വന്നത്. ഇത് BBC-യുടെ അടക്കമുള്ള വാർത്തയാണ്. അപ്പം നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല, അതിനെ ന്യായീകരണം ചെയ്യേണ്ട കാര്യമില്ല. ഇറാൻ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയണം, ഇറാനോട് തെറ്റ് ചെയ്താൽ അതും തെറ്റെന്ന് പറയണം. അതായത് ഡൊണാൾഡ് ട്രംപ് കാണിക്കുന്ന ധാർഷ്ട്യവും നെതന്യാഹു കാണിക്കുന്ന കൊലപാതക ത്വരയും തെറ്റാണെന്ന് പറയുന്ന അതേ ആർജവത്തോടെ സത്യസന്ധതയോടെ ഇറാൻ ഈ 74 ലാഷസ് ചാട്ടവാറടി എന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. ചിലര് ഒരു കമ്പ് വെച്ചാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ആ ലാഷസ് വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ ചാട്ടവാറടി ആണെങ്കിലും ലാഷസ് ആണെങ്കിലും അതൊക്കെ ആധുനിക ലോകത്തിന് ചേർന്ന കാര്യങ്ങളല്ല. ഒരു പക്ഷേ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെല്ലാം നടന്നു വന്ന കാലത്ത് നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിലും അടക്കം ഇത്തരം അടികളും അല്ലെങ്കിൽ കല്ലെറിയലും മറ്റും ഉണ്ടായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ ഒരു ആധുനിക പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച കാര്യങ്ങളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മതവും വിശ്വാസവും ആത്മീയതയും ഒക്കെ വലുതാണ്. അങ്ങനെ ഈ ആത്മീയത വേറെ, സാമൂഹിക തലം വേറെ. സാമൂഹിക തലം മാറി മാറിക്കൊണ്ടേയിരിക്കും. ആത്മീയ തലം സനാതനവും സത്യവും നിത്യവുമായി നിൽക്കും. അത് ഭഗവത്ഗീതയാണെങ്കിലും പരിശുദ്ധമായ ഭഗവത്ഗീതയാണെങ്കിലും പരിശുദ്ധ ബൈബിൾ ആണെങ്കിലും പരിശുദ്ധ ഖുറാൻ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം കോർട്ട് ഡോക്യുമെന്റ്സ്, ആ കോർട്ട് ഡോക്യുമെന്റ്സിൽ ഖോം പ്രവിശ്യയിൽ നിന്നാണ് ഇത് വന്നത്. വൾഗർ ആൻഡ് ഇമ്മോറൽ കോണ്ടന്റ്, ആ കോണ്ടന്റ് തന്നെയാണ്. ഡിസംബർ 2024 29 വർഷം പ്രായമായ സോങ്ങിന്റെ പേര് അസ് ഖൂൻ ജാവാനാനെ വതൻ. വതൻ എന്ന് പറഞ്ഞാൽ ഹോംലാൻഡ്, രാജ്യം എന്നൊക്കെയാണ്. നമ്മുടെ ഹിന്ദിയിലും ഒക്കെ ഉള്ളൊരു പ്രയോഗമാണ്. ഇത് ഹിജാബ് ഇല്ലാതെ ധരിച്ചു എന്നുള്ളതാണ്. ഹിജാബ് ധരിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഹിജാബ് ഇല്ലാത്തതും അവരുടെ വ്യക്തിപരമായ ചോയ്സാണ്. മോഡസ്റ്റ് വസ്ത്രം, പരിശുദ്ധ ഖുറാനും നമ്മുടെ ബൈബിൾ അടക്കം എല്ലാ മതഗ്രന്ഥങ്ങളും സൂചിപ്പിക്കുന്നത് മാന്യതയുള്ള വസ്ത്രം. അത് പെണ്ണിനും വേണം, ആണിനും വേണം. പലപ്പോഴും ഖുറാൻ തന്നെ, പരിശുദ്ധ ഖുറാന്റെ കോണ്ടെക്സ്റ്റിൽ എടുത്താൽ ആണിന്റെ കണ്ണിന് മാന്യത വേണം എന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് മാന്യത വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടുപേർക്കും, ആണിനും പെണ്ണിനും മിതത്വം വേണം. പെണ്ണിന് മാത്രം
മതേതരത്വം വേണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അന്താരാഷ്ട്ര ഹ്യൂമൻ റൈറ്റ്സുകാർ അഹമ്മദിയുടെ പണിഷ്മെന്റ് 74 ലാഷസ് അപ്പിയറിംഗ് വിത്തൗട്ട് ഹിജാബ് എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ അതിശക്തമായ രീതിയിൽ ഇറാൻ ചെയ്തത് തെറ്റാണെന്ന് ഇറാനെ അനുകൂലിക്കുന്ന ലോകത്തിലെ നന്മ വിശ്വസിക്കുന്ന മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ജനവിഭാഗങ്ങളും ഇറാനിൽ പ്രത്യേകിച്ച് നമ്മുടെ ഷിയ മുസ്ലിം സഹോദരങ്ങളാണ് കൂടുതൽ. ആ ഷിയ മുസ്ലിം സഹോദരങ്ങളും ഉച്ചൈസ്തരം പറയണം. കാര്യം തെറ്റിനെ നമ്മൾ തെറ്റായിട്ട് എതിർക്കുമ്പോഴാണ് നാളെ ഇറാനെതിരെ ഒരു തെറ്റ് വരുമ്പോൾ നമുക്ക് പറയാൻ കൂടുതൽ റൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇറാനിലെ ഭരണകൂടം 100% അല്ല 101% ഈ വിഷയത്തിൽ തെറ്റാണ് ചെയ്തത്. അങ്ങനെ 74 അടി കൊടുക്കുന്ന ആ രീതി തികച്ചും തെറ്റാണ്. അങ്ങനെയല്ല, വേണമെങ്കിൽ എന്താ പറയുന്നത്, ആ രീതിയിലല്ല ഇത് ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വഴി കൂടെ തുണി ഇടാനുള്ള വസ്ത്ര സ്വാതന്ത്ര്യം ഒന്നും ആർക്കുമില്ല. ഇതൊരു ബാലൻസ് ആണ്. ഒന്നെങ്കിൽ ഫുള്ള് മൂടിക്കെട്ടി പോകണമെന്നോ അല്ലെങ്കിൽ ഫുൾ നേക്കഡായി പോകണമെന്നോ അല്ലല്ലോ. ഇത് രണ്ടും എക്സ്ട്രീംസ് ആണ്. ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് മോഡറേഷൻ ഉള്ളത്? അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഇറാനെ ന്യായീകരിക്കത്തക്കതല്ല. ഇറാൻ 100%, 101% ഈ വിഷയത്തിൽ തെറ്റാണ് പൂർണ്ണമായിട്ടും. ഇത് തന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം മഹ്സീനി, അതായത് അവിടുത്തെ ഒരു കുർദ് വംശജയാണ്. അവരാണ് മുമ്പ് ജിന മഹ്സ അമീനി, ഈ ജിഹ മഹ്സ അമീനി എന്ന് പറയുന്ന ഇവർ അവിടുത്തെ എന്താ പറയുന്നത് അൾട്രാ ഓർത്തഡോക്സ് ആയ ഇവരൊരു കുർദിഷ് ഇറാനിയൻ വുമൺ ആണ്. അമീനി എന്നാണ് ഇവരുടെ പേര്. കഴിഞ്ഞ തവണ വലിയ രീതിയിൽ ഒരു വിപ്ലവം ഉണ്ടായതാണ് ഇവരുടെ മരണത്തിൻ്റെ രീതിയിലേക്ക് വന്നത്. ഈ മരണം തന്നെ വലിയ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കി. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലീസ് ബ്രൂട്ടാലിറ്റി കാരണമാണ്. അത് ഇവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയണ്ടായി. വസ്ത്രവുമായി ബന്ധപ്പെട്ട് വിമർശിക്കുന്നതും ആളെ തല്ലിക്കൊല്ലുന്നതും അടിക്കുന്നതും ഒക്കെ വ്യത്യാസമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇറാൻ തെറ്റാണെന്ന് നമ്മൾ പറയാനും കൂടി തയ്യാറാണ്.